ഹായ് ഫ്രണ്ട്സ്, ഞാൻ റാഷി. പോസ്റ്റർ ക്രിയേറ്റിംഗ് ട്യൂട്ടോറിയലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഐസ്ക്രീമിൻ്റെ മെനു കാർഡിൻ്റെ ഒരു പോസ്റ്ററാണ് ക്രിയേറ്റ് ചെയ്തത്. മെനു കാർഡ്, ഒരു കടയിലേക്ക് ഒരു ഐസ്ക്രീം സ്കൂപ്പിൻ്റെ മെനു കാർഡ് എങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം എന്നാണ് നമ്മൾ ഈ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് ടൂൾ നിങ്ങൾക്ക് പുതിയതായിട്ട് പരിചയപ്പെടുത്തുന്നു. ഒന്ന് ബ്ലെൻഡിങ് ടൂള്, പിന്നെ ഒന്ന് ഡ്രോപ്പ് ഷാഡോ അല്ലാതെ തന്നെ ഒരു ഇമേജിന് അല്ലെങ്കിൽ എന്തിനെങ്കിലും നമ്മൾ ഷാഡോ എങ്ങനെ കൊടുക്കുന്നത് രണ്ട് തരത്തിലാണ് നമ്മളിത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക, പഠിച്ച് മനസ്സിലാക്കി ഇതിൽ സെയിം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതിൽ നിങ്ങളുടേതായ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആക്ടിവിറ്റി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ പോസ്റ്റ് ടു ഓപ്പൺ ചെയ്ത് ക്യാൻവാസിൽ A4 സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്ത ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഷേപ്പ് എടുക്കുകയാണ്. റെക്റ്റാങ്കിൾ ഷേപ്പ് എടുത്ത് അതിനൊന്ന് വലുതാക്കി ഇച്ചിരി വീതിയും നീളമൊക്കെ കൂട്ടി ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെച്ച് അതിനുശേഷം അതിനൊരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് താഴോട്ട് വെച്ച് അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ച് വെച്ചു. വീണ്ടും അതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, താഴോട്ട് കൊണ്ടുവന്നു, ചെരിച്ച് വെച്ചു. ഇനി ഇതിന് ഓരോ കളർ എക്സാമ്പിളായിട്ട് നമുക്ക് കൊടുക്കാം, കാരണം പൊസിഷനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. 3 കളർ എടുത്ത് കുറച്ചും കൂടി ഒന്ന് ചെരിച്ചേക്കാം. ഇതിനെ താഴേക്കും കൊണ്ടുവന്ന് ഇതിനെല്ലാം നമ്മൾക്ക് ചെറിയൊരു ഷാഡോ എഫക്റ്റ് കൊടുക്കാം. അതിന് വേണ്ടി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. വീണ്ടും നമ്മൾ ഷേപ്പ് എടുത്തു, ഷേപ്പിൽ റെക്റ്റാങ്കിൾ എടുത്തു, അതിന് ബ്ലാക്ക് കളർ കൊടുത്തു, അതൊന്ന് വലിച്ച് നീട്ടി ജസ്റ്റ് ഒന്ന്. അതിനുശേഷം അതിനൊന്ന് ബ്ലർ എഫക്റ്റ് കൊടുത്ത് ജസ്റ്റായിട്ടൊന്ന് ഒപ്പാസിറ്റിയും കുറച്ചു. ഇനി ഷെയ്ഡ് അതിന് കറക്റ്റായിട്ടൊന്ന് ചെരിച്ച് കൊടുത്തു. ഇനി ആ ലെയറിൻ്റെ താഴേക്ക് കൊണ്ടുവന്നു. സെക്കൻഡ് ലെയറിൻ്റെ താഴേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ വീണ്ടും കോപ്പി എടുത്ത് ഇവിടെയും കറക്റ്റ് പൊസിഷനിൽ വെച്ചു. അതിനെ ഈ ലെയറിൻ്റെ മുകളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയും എഫക്റ്റുകൾ വന്നു. ഇനി നമുക്ക് ഓരോ പ്രൊഡക്റ്റിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുവേണ്ടി ഇമേജ് കൊണ്ടുവരാൻ വേണ്ടി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇമേജ് ആദ്യം നമ്മൾ പിസ്ത ഐസ്ക്രീമിൻ്റെ ഇമേജാണ് കൊണ്ടുവന്നത്. അത് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ടൂൾ ഉപയോഗിച്ച് ചെറുതാക്കി, റൊട്ടേറ്റിംഗ് ടൂൾ ഉപയോഗിച്ച് ഒന്ന് ചരിച്ചെടുത്ത് അതിനെ മൂവ് ടൂൾ ഉപയോഗിച്ച് ഒന്ന് മൂവ് ചെയ്തു. ഇനി ആ ലെയറിൻ്റെ താഴേക്ക് കൊണ്ടുവരണം. ഇപ്പോൾ മുകളിൽ അതിൻ്റെ അടിയിൽ നിന്ന് ഒരു പൊങ്ങി വരുന്നൊരു എഫക്റ്റ് പോലെ കൊടുത്തു. ഇനി നമ്മൾ ആ ലെയറിന് ആദ്യം കൊടുത്ത ഷേപ്പിന് നമുക്ക് ഈ കളർ കൊടുക്കാൻ പോകണം. അതിന് ആ ഷേപ്പ് നമ്മൾ സെലക്ട് ചെയ്തു. താഴെ കളർ സെലക്ട് ചെയ്ത് പിക്ക് ടൂളെടുത്ത് നമ്മൾ ഐസ്ക്രീമിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ടച്ച് ചെയ്ത് ആ ഒരു കളർ അതിന് കൊടുത്ത് ഓക്കെ കൊടുത്ത്. ഇനി നമ്മൾ അടുത്ത ഇമേജ് കൊണ്ടുവരാണ്, സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ. അങ്ങനെ സ്ട്രോബെറി ഐസ്ക്രീമിൻ്റെ ഇമേജും ആഡ് ചെയ്ത് നമ്മൾ റൊട്ടേഷൻ ടൂളെടുത്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. മൂവ് ടൂളെടുത്ത് ഒന്ന് കറക്റ്റ് പ്ലേസ്മെൻറ്റ് ചെയ്തു. അതിനുശേഷം ലെയറിനെ അടിയിലേക്ക് കൊണ്ടുപോയി ഈ രീതിയിലേക്ക് കൊണ്ടുവന്നു. ഇനി ഈ ഷേപ്പിന് നമുക്ക് കളർ ചേഞ്ച് ചെയ്യണം. അതിന് ഷേപ്പ് സെലക്ട് ചെയ്തു, കളർ സെലക്ട് ചെയ്തു, പിക്ക് ടൂള് സെലക്ട് ചെയ്തു, ഐസ്ക്രീമിൻ്റെ കളർ നമ്മളവിടെ കൊടുത്തു. ഇനി അടുത്ത ഇമേജ് നമ്മൾ കൊണ്ടുവരികയാണ്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇമേജ് ഗാലറി
അങ്ങനെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിൻ്റെ ഇമേജ് നമ്മൾ കൊണ്ടുവന്ന് അതും അതുപോലെ റൊട്ടേറ്റൊക്കെ ചെയ്ത് ഒന്ന് വലുതാക്കി മൂവ് ടൂൾ ഉപയോഗിച്ച് പ്ലേസ്മെൻറ്റ് ചെയ്തു. അതിന് നമ്മൾ ഷേപ്പിന് കളർ കൊടുത്തു. അതേമാതിരി സെലക്ട് ചെയ്തു. കളറ് ഐസ്ക്രീമിൻ്റെ ഒരു കളറങ്ങ് കൊടുത്ത് സെറ്റ്. ഇനി നമ്മൾക്ക് ഇതിലേക്കുള്ള പേരുകൾ കൊണ്ടുവരികയാണ്. അതിന് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ടെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ ഓരോ ഫ്ലേവറിൻ്റെ പേര് എഴുതുകയാണ്. അതിന് നമ്മൾ സ്കെയിൽ ചെയ്ത് റൊട്ടേറ്റ് ചെയ്തു. ഫോണ്ട് പോയി ഒരു ബോൾഡ് ഫോണ്ട് നമ്മൾ കൊടുത്തു. ഇമേജ് പോയി ബോൾഡ് ഫോണ്ടൊക്കെ കൊടുത്തു. ഒന്ന് റൊട്ടേറ്റൊക്കെ ചെയ്ത് കറക്റ്റ് പൊസിഷനിൽ വെച്ചു. അതിന് നമ്മൾ കളറ് ഇതിൽ നിന്ന് പിക്ക് ചെയ്യാൻ നോക്കണം. കളർ പിക്ക് ചെയ്യാൻ ടൂൾ എടുത്ത് അങ്ങനെ ഒരു കളർ പിക്ക് ചെയ്ത് കൊടുത്തു. അതിന് നമ്മൾ കോപ്പി ചെയ്തു, നേരെ കൊണ്ടുവന്നു, രണ്ടിനും കോപ്പി ചെയ്തു. ഇനി ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്തു. മൂവിങ് ടൂൾ വെച്ച് നമ്മൾ കറക്റ്റ് പ്ലേസിലേക്ക് വെച്ചു. കറക്റ്റ് അലൈൻമെൻറ്റൊക്കെ ചെയ്തു. ഇനി എഡിറ്റ് ബട്ടൺ പോയി ക്ലിക്ക് ചെയ്തു. നമ്മളത് അടുത്ത ഫ്ലേവർ സ്ട്രോബെറി കൊടുക്കണം. ഒരല്പം റൊട്ടേറ്റ് ചെയ്യാനുണ്ട്. അതിന് നമ്മൾ കളറ് ഈ ഐസ്ക്രീമിൽ ആ ചുവപ്പ് കളറ് സ്ട്രോബെറിയുടെ കളർ കൊടുക്കാം. അങ്ങനെ അതും കൊടുത്തു. ഇനി അടിയിൽ എഡിറ്റ് ടൂൾ എടുത്ത് അങ്ങനെ ബട്ടർ സ്കോച്ചിൻ്റെ അതും ആഡ് ചെയ്തു. ഇമേജ് അതും കറക്റ്റായിട്ട് നമ്മൾ അലൈൻമെൻറ്റ് ചെയ്തു. അതിന് നമ്മൾ കളർ ചേഞ്ച് ചെയ്യാൻ കളർ പിക്ക് ചെയ്യാനുള്ള ടൂൾ എടുത്തു നമ്മൾ കളർ കൊടുത്തു. അപ്പോൾ പേരും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് അമൂലിൻ്റെ ഒരു പിക്ക് ഇതിലേക്ക് കൊണ്ടുവരികയാണ്. അമൂലിൻ്റെ പിക്ക് കൊണ്ടുവരാൻ നമ്മൾ ഇമേജ് കൊടുത്തു. അത് ലെയർ ഏറ്റവും താഴേക്ക് കൊണ്ടുവന്നു. അതിന് കറക്റ്റ് സൈസൊക്കെ സെറ്റ് ചെയ്തു. ഇത്രയും മതി നമുക്ക്. ഇനി ബാക്ക്ഗ്രൗണ്ട് ഇവിടെ വൈറ്റ് സൈഡിൽ വൈറ്റായി കാണുന്നുണ്ട്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് കളർ നമ്മൾ ആ കളർ കൊടുക്കുക. പിക്കപ്പ് ടൂൾ എടുത്ത് ഈ കളർ കൊടുത്ത് ഇപ്പോൾ ഫില്ലായി. ഇനി നമുക്കൊരു ഫ്രെയിം കൊടുക്കാണ്ട് ഷേപ്പ് പോയി റെക്റ്റാങ്കിളിൽ ഇതെടുത്ത് നമ്മൾ അതിൻ്റെ കറക്റ്റ് സൈസൊക്കെ കൊടുത്ത് അതിന് നേരെ പോയി സ്റ്റോക്ക് കളറിൽ പോയി വൈറ്റ് കളർ സെലക്ട് ചെയ്ത് പിന്നെ ആ ലെയറിനെ ഏറ്റവും താഴെ കൊണ്ടുവന്ന് അമൂലിൻ്റെ ഇമേജിൻ്റെ മുകളിൽ വെച്ചു. അപ്പോൾ ഈ ലെവലിലേക്ക് വന്നു. ഇനി ഇതിനടുത്ത് താഴെ ബോർഡർ ഒന്ന് റെഡ്യൂസ് ചെയ്തെടുക്കാം. ഒരു 2 ഒക്കെ പോരാ, അല്പം കൂടി റെഡ്യൂസ് ചെയ്യാം. ഒരു 3ലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, അത് മതി. ഇനി നമ്മൾ താഴെ കൊടുത്ത എഫക്റ്റ് കൊണ്ടുവരികയാണ്. അതിനുവേണ്ടി വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷേപ്പ് എടുത്ത് റെക്റ്റാങ്കിൾ ഷേപ്പ് എടുത്ത് അതിന് ഏറ്റവും കുറച്ച് വെച്ചു. അതിന് വൈറ്റ് കളർ കൊടുത്ത് നമ്മൾ ഈ മുകളിൽ കൊടുത്ത അതിനെ കറക്റ്റായിട്ട് വെച്ചിട്ട് താഴേക്ക് കൊണ്ടുവരിക. താഴേക്ക് കൊണ്ടുവന്ന് ഒരല്പം സൈസൊക്കെ കുറച്ച് കറക്റ്റ് അലൈൻമെൻറ്റൊക്കെ ചെയ്യാം. ഇനി അതിൻ്റെ കോപ്പി എടുക്കുക. കോപ്പി എടുത്ത് റൊട്ടേഷൻ ടൂള് റൊട്ടേറ്റ് ചെയ്യുക. 270 കൊണ്ട് നോക്കുക. എന്നിട്ട് മൂവ് ടൂൾ എടുത്ത് അതിന് കറക്റ്റായിട്ട് പ്ലേസ്മെൻറ്റ് ചെയ്യാം.
ഇനി സെയിം ഒരു കോളം കൂടി നമുക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടി എന്ത് ചെയ്യാം, സെയിം അതിൻ്റെ ആ ലെയർ പോയി ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് കോപ്പി എടുക്കുക, ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അതിൻ്റെ സൈസ് ഒന്ന് ചെറുതാക്കുക. എന്നിട്ട് കറക്റ്റ് പ്ലേസിലേക്ക് കൊണ്ടുവരിക. ഇനി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക, വീണ്ടും 270 കൊണ്ടുവെക്കുക. അതിനെ മൂവ് ടൂൾ എടുത്തിട്ട് കറക്റ്റ് പ്ലേസിൽ പ്ലേസ്മെൻറ്റ് ചെയ്യാം. സ്ക്രീനിൽ ഡബിൾ ക്ലിക്ക് ചെയ്താലും നമുക്ക് സൂം ആവും കിട്ടും. വീണ്ടും ഡബിൾ ക്ലിക്ക് ചെയ്താൽ സൂം ഔട്ട് ആവും. ഓക്കെ. ഇനി ഷോപ്പിൻ്റെ പേര് കൊടുക്കുക. ഷോപ്പിൻ്റെ പേര് ഞാൻ സ്വന്തം ബ്രാൻഡിൻ്റെ പേരാണ് കൊടുക്കുന്നത്. ഷോപ്പിൻ്റെ പേര് ഇവിടെ കൊടുക്കുന്നില്ല, എൻ്റെ സ്വന്തം ബ്രാൻഡിൻ്റെ പേരാണ് കൊടുക്കുന്നത്. അതിന് ഫോണ്ടൊക്കെ സെലക്ട് ചെയ്ത് ഒരു വൈറ്റ് കളറൊക്കെ കൊടുത്ത് ചെറുതാക്കി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റൊക്കെ എടുത്ത് ക്യാപ്ഷൻ എഴുതി അതും ഒന്നൊക്കെ ചെറുതാക്കി സൈസൊക്കെ സെറ്റ് ചെയ്തു. ഇനി ബ്രാൻഡിൻ്റെ ലോഗോ ആഡ് ചെയ്യാം. അങ്ങനെ ബ്രാൻഡിൻ്റെ ലോഗോ ആഡ് ചെയ്തു. ഈ ലോഗോ ഞാൻ പോസ്റ്റർ ടൂ വെച്ച് ഉപയോഗിച്ച് തന്നെ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ ലോഗോ നമുക്ക് എങ്ങനെ പോസ്റ്റർ ടൂ വെച്ച് ചെയ്യാമെന്നുള്ള വരും ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. സ്കെച്ച് ടൂൾ ഉപയോഗിച്ച് അതിനെ ഒന്ന് സൈസൊക്കെ ചെറുതാക്കി കറക്റ്റ് സൈസൊക്കെ കൊടുത്തു. മൂവ് ടൂളൊക്കെ ഉപയോഗിച്ച് കറക്റ്റ് അലൈൻമെൻറ്റ് കൊടുത്തു. ഇനി നമുക്ക് ഇതിൽ കുറച്ചുകൂടെ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടി ഐസ്ക്രീമിനൊക്കെ ഒരു ഷാഡോ എഫക്റ്റ് കൊടുക്കാം. നമ്മൾ സാധാരണ ഷാഡോ എഫക്റ്റ് കൊടുക്കുക, ഒരു ഐസ്ക്രീം ഇതുപോലെ ഒരു ഇമേജിൻ്റെ സെലക്ട് ചെയ്ത് എന്താ ചെയ്യുക, ഡ്രോപ്പ് ഷാഡോ പോയിട്ട് ഷാഡോ കൊടുക്കണം. അതിന് വ്യത്യസ്തമായി ഒരു 2 ഓപ്ഷനൊക്കെ ഇതിൽ കാണിക്കുകയാണ്. അതിനുവേണ്ടി നമ്മൾ ആ ഇമേജ് സെലക്ട് ചെയ്തു, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ഡ്യൂപ്ലിക്കേറ്റ് പോയി ബ്ലെൻഡ് മോഡിൽ പോയി അതിന് കളർ ചേഞ്ച് കൊടുക്കുക. നമ്മൾ ബ്ലാക്ക് കളർ കൊടുക്കുക. ബ്ലാക്ക് കളർ കൊടുത്ത് പിന്നെ നമ്മൾ പോയി ബ്ലർ ടൂൾ എടുത്ത് ഒന്ന് ബ്ലർ ചെയ്യുക. ബ്ലർ ചെയ്തതിന് ശേഷം അതിനൊന്ന് ഒപ്പാസിറ്റിയൊക്കെ ഒന്ന് ഒരു 50% കുറക്കുക. അതിനുശേഷം അത് നേരെ ആ ഇമേജിൻ്റെ താഴേക്ക് കൊണ്ടുവരിക. എന്നിട്ട് മൂവ് ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് മൂവ് ചെയ്ത് കൊടുക്കുക. അതുപോലെ എല്ലാ ഇമേജിനും ചെയ്ത് കൊടുത്താൽ വീണ്ടും ഒരു 3D എഫക്റ്റ് പോലെ ഒരു എഫക്റ്റ് കിട്ടും. അതിനുവേണ്ടി ഞാൻ വീണ്ടും സ്ട്രോബെറി ഐസ്ക്രീം സെലക്ട് ചെയ്തു. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. നേരെ ബ്ലെൻഡിങ് മോഡ് പോയി ബ്ലെൻഡിങ് മോഡ് എടുത്ത് കളർ സെലക്ട് ചെയ്തു, ബ്ലാക്ക് കൊടുത്തു. നേരെ ബ്ലർ ടൂൾ എടുത്ത് ബ്ലർ ചെയ്തു, ഒപ്പാസിറ്റി കുറച്ചു, ഇമേജിനെ താഴേക്ക് കൊണ്ടുവന്നു. മൂവ് ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തു. അതുപോലെ തന്നെ ഇനി പിസ്ത ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ ഞാൻ ചെയ്യാണ്. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു, ബ്ലെൻഡ് മോഡ് പോയി കളർ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഒരു PNGയുടെ കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതും കൂടിയാണ് ഇത് മനസ്സിലാക്കുന്നത് നമ്മൾ. അങ്ങനെ നമ്മൾ ബ്ലർ ടൂൾ എടുത്ത്
ബ്ലർ ചെയ്തു, ഒപ്പാസിറ്റി കുറച്ചു, സെയിം റിപ്പീറ്റ് ഇമേജിനെ താഴേക്ക് കൊണ്ടുവന്നു, ലെയറിനെ ടൂൾ വെച്ച് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ പ്രൊഡക്റ്റ്. കണ്ടില്ലേ എങ്ങനെയുണ്ട്? അപ്പോൾ ഒരു ഷോപ്പിലേക്ക് അമൂലിൻ്റെ ഐസ്ക്രീമിൻ്റെ ഒരു മെനു കാർഡ് തയ്യാറാക്കാൻ തന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഇതുപോലെ വേറെ എന്തെങ്കിലും പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ 2 പുതിയ കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് ബ്ലെൻഡിങ് മോഡ്, ഒന്ന് ഡ്രാപ്പ് ഷാഡോ. അല്ലാതെ തന്നെ നമുക്ക് ഷാഡോ എങ്ങനെ കൊണ്ടുവരാം, ഓരോ പ്രോഡക്റ്റിന് ഒരു ഷാഡോ കൊണ്ടുവരാതെ മാതിരി 3D എഫക്റ്റ് കൊടുക്കുക. നല്ല അടിപൊളിയായിട്ട് നമുക്ക് നമ്മളെ ക്ലയൻറ്റിനെ ഇംപ്രസ് ചെയ്യിപ്പിക്കാൻ പറ്റിയ കിടിലം ഓപ്ഷനുകൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നിർബന്ധമായിട്ടും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ ചെയ്ത റിസൾട്ടുകളെല്ലാം നമ്മളെ ആക്ടിവിറ്റി ഗ്രൂപ്പിലിട്ട് എല്ലാവരുടെയും അഭിപ്രായം നിർദ്ദേശങ്ങളും സ്വീകരിച്ച് നമ്മളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.